ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻവിസ് ഡാസ്റ്റിൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരു വലിയ ക്രിസ്മസ് ട്രീയും സാന്റേനും കാണാനാണ് പോകുന്നത്. ഇങ്ങോട്ടേക്ക് രണ്ട് രീതിയിൽ പോകാം. മെയിൻ റോഡ് വഴിയും, അതായത് ബസ് റൂട്ട് വഴിയും പോകാം. ഞങ്ങളിപ്പോൾ പോകുന്നത് ജങ്കാറിലെ വഴിയാണ്. അതുമല്ല, ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് മെട്രോയും ഉണ്ട്. അങ്ങനെ വാട്ടർ മെട്രോ വഴിയും നമുക്ക് വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം. 2 പേർക്കും ഒരു വണ്ടിക്കും, അതായത് 2 വീലറിനാണ് ഞങ്ങൾ പോയത്. അതിനും കൂടി 10 രൂപയാണ് ഒരു വശത്തോട്ട് ചാർജ് ആയത്. ടിക്കറ്റ് നോക്കാനായിട്ട് ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പം ടിക്കറ്റ് നമുക്ക് ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ജങ്കാറിൽ കയറാവുന്നതാണ്. അങ്ങനെ ജങ്കാറ് വിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ജങ്കാറ് അടുത്തിരിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിൽ. ഇനി നമുക്ക് വണ്ടിയും എടുത്ത് വെളി ഗ്രൗണ്ടിലോട്ടാണ് പോകേണ്ടത്. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫോർട്ട് കൊച്ചിയിലെ സാന്റാക്രൂസ് പള്ളിയാണ്. ഡച്ചുകാരാണ് ശരിക്കും ഈ പള്ളി നിർമ്മിച്ചതിനാൽ അതൊരു ഡച്ച് സ്റ്റൈലായിരിക്കും. അടിപൊളിയാണ് അകത്ത് കാണാനായിട്ട്. ഞങ്ങൾക്ക് സമയമില്ലാത്തതിനാൽ അകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ ചെല്ലും തന്നെ വെൽക്കം ടു കൊച്ചിൻ കാർണിവൽ എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം. ഇതാണ് നമ്മുടെ വെളി ഗ്രൗണ്ട്. ഇവിടെയാണ് നമ്മുടെ ബിഗ് ക്രിസ്മസ് ട്രീയും അതേപോലെ 2024 ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള സാന്റ. ഇതാണ് നമ്മൾ കാണുന്നില്ലേ, ഇതാണ് സാന്റ. ഞങ്ങളെത്തുന്ന തലേ ദിവസം വരെ ഈ സാന്റനെ കത്തിക്കില്ല എന്നായിരുന്നു, സ്റ്റേ എന്തോ ആയിരുന്നു. പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സാന്റയും കത്തിക്കും. ഒരു സാന്റ എന്ന് പറയുന്നത് പരേഡ് ഗ്രൗണ്ടിലും മറ്റേ സാന്റ എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പം ഇത് ഈ 2 വശത്തും, അതായത് ഈ ഗ്രൗണ്ടിന് ചുറ്റിനും ഇരുവശത്തും കടകളോട് ഫുൾ കടകളാണ്. അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഓറഞ്ച്, അതേപോലെ കരിമ്പിൻ്റെ ജ്യൂസ്, ബജിക്കടകൾ, അതേപോലെ ടോയ്സ്, പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി ടോയ്സ്, പല അങ്ങനെ ഇഷ്ടംമാതിരി കടകൾ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇതിലാണ് ശരിക്കും ലൈറ്റ് കത്തിക്കുമ്പോൾ കിടിലമായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് പുറത്ത്, അതായത് ആ ഗ്രൗണ്ടിൻ്റെ അകത്ത് കയറാതെ പുറത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. റോഡ് സൈഡ് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഇതുവരെ നോക്കി ഗായ്സ് കിടിലമല്ലേ കാണാനായിട്ട്. അതായത് സ്റ്റാറുകളും ലൈറ്റുകളും ഒക്കെ ഇവിടെ നിന്നേ നല്ല കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഇത് വേറൊരു സാന്റയാണ്. ഈ സാന്റയല്ല നമ്മൾ കത്തിക്കുന്നത്, വേറൊരു സാന്റയാണ്. ഇത് ഒരു സ്ഥലത്ത്, അതായത് ട്രീയുടെ ഒരു വശത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അന്നൂസിന് ഇഷ്ടപ്പെട്ടത് ഈ സാന്റയാണ് കേട്ടോ. ബ്ലാക്ക് കളർ സാന്റേനാണ് കത്തിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഈ സാന്റേനെ ഇഷ്ടപ്പെട്ടത്.
ഇതിനകത്താണ് അടിപൊളിയാണ് ഫ്രണ്ട്സ്. നമുക്ക് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് വരാം. അപ്പം ആ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ അവിടുത്തെ അടുത്ത കുറച്ച് സ്റ്റാളുകളിൽ കയറിയിരിക്കുകയാണ്. ആ സ്റ്റാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയുടെ ഒരു വട, അതായത് ഉള്ളിവട പോലെയുള്ളത് ചെറുതായിട്ടൊരു ഇത് വാങ്ങിച്ചതാണ്. അത് അന്യൂസ് കഴിക്കുകയാണ്. കൊള്ളാം, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു. സ്പാനിഷ് ഡിലൈറ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൊരിച്ച ഐസ്ക്രീം, അതായത് ആദ്യമായിട്ടാണ് പൊരിച്ച ഐസ്ക്രീം. ഞങ്ങൾ കേട്ടിട്ടും വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പം ഒരു ചേട്ടൻ അതിൻ്റെ പൊരിച്ച ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതാണ് ഈ നമ്മൾ കാണുന്നത്. ഓൾറെഡി ഫ്രീസറിൽ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. വാനിലയുടെ ഐസ്ക്രീമാണ്. അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ അതെടുത്ത് ഫ്രൈ ചെയ്യുകയാണ്. അതായത് വേറെ സംഭവമൊന്നുമില്ല, ഐസ്ക്രീം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തോ ഒരു പൊടിയിലൊക്കെ കുഴച്ചിട്ട് നമ്മൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ അകത്ത് ഐസ്ക്രീമും ഒരു പൊടിയുടെ ഒരു കോട്ടിങ്ങും കാണും. നമ്മൾ പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്യുക എണ്ണയിൽ, എന്നിട്ട് പെട്ടെന്ന് കോരിയെടുക്കുക. അത് നല്ല തിളച്ച എണ്ണ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ആയി വരും. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറേ ചോക്ലേറ്റ് സോസും കുറച്ച് സ്പ്രിങ്കിൾസും ഷുഗറിൻ്റെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് തരാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു. അപ്പോൾ അന്യൂസ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ അത് കഴിച്ച ശേഷം ഞങ്ങൾ മുട്ടയുടെ ബജിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് 30 രൂപയായിരുന്നു. 3 മുട്ട ബജി കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ഇട്ട് തിന്നുകയാണ്. ഇതാണ് ആ കടയിലുണ്ടായിരുന്ന ബാക്കിയുള്ളത്. അതായത് മുളക് ബജി ഉണ്ടായിരുന്നു, മുട്ട ബജി ഉണ്ട്, അതേപോലെ കോളിഫ്ലവറിൻ്റെ ഇതുമുണ്ട്, അതേപോലെ ഉള്ളിവട മതി. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് സൂപ്പർമാൻ്റെ ഒരു കട്ടൗട്ട്. അപ്പോൾ അതിൽ നിൽക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് നിന്നു. ശരിക്കും പറഞ്ഞാൽ മുട്ടൂത്തിയാണ് അനസ് നിന്നത്. അതിൻ്റെ ഫോട്ടോസ് എടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ കത്തിക്കാൻ പോകുന്ന നമ്മുടെ പപ്പാനി എന്ന് പറയുന്നത്. 2024 പപ്പാനി. അടുത്തായിട്ട് നോക്കി ഗായ്സ്, ഒരു തലതിരിഞ്ഞ മുറി. അതിനകത്ത് നോക്കി ആ ഒരു മേശയും ആ ഒരു കസേരയും എല്ലാം തലതിരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അന്യൂസ് നോക്കി, എന്താണമ്മ ഇതിങ്ങനെ ഇരിക്കുന്നത്, കൊള്ളാവോ, ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്, ഇത് ടൈലാണ്, ഇത് വോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്പൈഡർമാൻ്റെ കട്ടൗട്ടിലും കൂടി പിക്ചർ എടുത്തു, വീഡിയോ എടുത്തു. അപ്പോൾ നോക്കുമ്പോഴാണ് അതേ അമ്മ എന്തോ മേളിലൊരു വര, അതെനിക്ക് ജെറ്റ് പോയ ഒരു ഇതുണ്ടാവില്ല, അതാണെന്ന് തോന്നുന്നു ആകാശത്ത് കാണുന്നത്. എനിക്കറിയത്തില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ 6:30 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ലൈറ്റ് കത്തിക്കുകയാണ് അവർ കാണുന്നത്. ഓരോരോ ലൈറ്റായിട്ട് ഇട്ടിട്ട് വരുന്നു, ഓരോ സെക്ഷനായിട്ട്. അതിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടില്ല, എന്തും ഭംഗിയായിരുന്നു. എനിക്ക് ക്യാമറയിൽ കൂടി ഇത് എത്രത്തോളം ഇത് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അത്രയ്ക്ക് ബ്യൂട്ടി ആയിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ഭംഗിയായിരുന്നു നമുക്ക് കാണാനായിട്ട്. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മൂഡ് തന്നെ മാറ്റുന്ന ഒരു ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. അവിടെ ഉള്ളവരെല്ലാം അങ്ങനെ ഒരു സെലിബ്രേഷൻ മൂഡിലോട്ട് വന്നൊരു ടൈമായിരുന്നു അത്.
ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും അവിടെയുണ്ട്. കാരണം ബലൂണുകളുണ്ട്, അതേപോലെ തന്നെ കണ്ണാടികൾ, ലൈറ്റ് പതിപ്പിച്ച കണ്ണാടികൾ തലയിൽ വെക്കുന്നത്, എല്ലാത്തിനും നല്ല സൂപ്പർ ആ ഒരു വൈബിൽ, ആ ഒരു നീല വെളിച്ചത്തിൽ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് അത് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രക്ക് മാത്രം സൂപ്പറായിരുന്നു, കിടുവായിരുന്നു. ഇത് നോക്കി നമ്മൾ നേരത്തെ കണ്ട പപ്പാനെ ലൈറ്റ് എത്തിച്ചപ്പോൾ നോക്കി ഒന്നും കൂടി അത് കിടിലമായല്ലേ. അപ്പം പിന്നെയും അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സിൻ്റെ കടയാണിത്. നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കരിമ്പിൻ്റെ ജ്യൂസ്, പല വിധത്തിലുള്ള കുലുക്കി സർബത്തുകൾ, അതുപോലെയുള്ള ബജിക്കടകൾ, പല വിധത്തിലുള്ള ബജികൾ, അതായത് 4 മണി പലഹാരങ്ങൾ, അതേപോലെയുള്ള ചാട്ടുകൾ എല്ലാം അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇഷ്ടമുള്ളതുമാക്കിയിട്ട് ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് തന്നെയാണ്. ഇതാണ് ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കാണുമല്ലോ. ഇത് ഐസ് പല പല കളറിലെ സ്ട്രോബെറി സോസൊക്കെ ഇട്ടിട്ട് ഐസായിരുന്നു. അന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്, എവിടെ കണ്ടാലും വാങ്ങിച്ച് കഴിക്കും. അപ്പം ഐസ് കുടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഷേക്ക് കുടിച്ചു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വരുന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.